പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 3 പ്രധാന വാർത്തകൾ. ഒമാൻ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 11ാമത് മസ്കത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് തിരിതെളിയും. ഒമാൻ ഫിലിം സൊസൈറ്റിയിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ഷെയ്ഖ് ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് അധ്യക്ഷനായിരിക്കും. ലീഡ്സ് യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസറും ഓസ്കാർ നോമിനിയുമായ DOP ഫിലിപ്പ് റോബസ്റ്റൺ, കാൻ ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടേഴ്സ് ഫോർട്ട്നൈറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന മേരി പെറി മാസിയ എന്നിവർക്കൊപ്പം അറബ് സിനിമാ ലോകത്തെ പ്രശസ്തരായ 40ഓളം അതിഥികൾ മേളയുടെ ഭാഗമാകും. ദാഖിലിയ വിലായത്തിലെ ബഹ്ല വിലായത്തിൽ മല കയറുന്നതിനിടെ വീണ് സാഹസിക യാത്രികന് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റിലെ രക്ഷാസംഘം സ്ഥലത്തെത്തി അടിയന്തര വൈദ്യസഹായം നൽകി. പിന്നീട് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ഇവരെ ആശുപത്രിയിലേക്ക് റോയൽ ഒമാൻ പോലീസ് വിമാനത്തിൽ എയർലിഫ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി സമാന സംഭവങ്ങളാണ് വിവിധ ഗവർണറേറ്റുകളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അനുകൂല കാലാവസ്ഥയിൽ പ്രവാസികൾ ഉൾപ്പെടെ ഹൈക്കിംഗ് നടത്തുന്നത് വ്യാപകമാണ്. എന്നാൽ മല കയറുന്നവർ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് കൊടിയിറങ്ങി 12 ദിവസങ്ങളിലായി ലക്ഷക്കണക്കിന് പുസ്തകപ്രേമികൾ ഒഴുകിയെത്തിയ മേള പുതിയ അറിവും അനുഭവങ്ങളും സമ്മാനിച്ചാണ് കടന്നുപോകുന്നത്. വിവിധ ഭാഷകളിലെ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് വിറ്റഴിഞ്ഞത്. മലയാളത്തിൽ നിന്നും നിരവധി പ്രസാധകരുടെ പുസ്തകങ്ങൾ ഇത്തവണ മേളയിലെത്തി. 100 കണക്കിന് മലയാളി വായനക്കാരാണ് ഓരോ ദിവസവും പവലിയനുകൾ സന്ദർശിച്ചത്. സമാപന ദിവസമായ ഇന്നലെ വ്യത്യസ്ത പരിപാടികളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരുന്നത്. ഒരേ സമയം വേറിട്ട പരിപാടികളും പ്രദർശനങ്ങളും ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ അരങ്ങേറി. കുടുംബങ്ങൾക്കും കുട്ടികൾക്കും പ്രത്യേക കോർണറുകളും പുസ്തകമേളയിൽ ഒരുക്കിയിരുന്നു. പുസ്തകമേളയുടെ ഭാഗമായുള്ള സാംസ്കാരിക സംഗമങ്ങളും ചർച്ചാ സെഷനുകളും ഏറെ ശ്രദ്ധേയമായിരുന്നു. സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും ഉൾപ്പെടെ സെഷനുകളിൽ പങ്കെടുത്തു. വിശുദ്ധ റമസാൻ മാസത്തിലെ ഉംറ തീർത്ഥാടനത്തിനൊരുങ്ങി സ്വദേശികളും വിദേശികളും അടങ്ങുന്ന വിശ്വാസികൾ. ഉംറ പാക്കേജുകൾ പ്രഖ്യാപിച്ച് ഉംറ സംഘങ്ങളും ട്രാവൽ ഏജൻസികളും രംഗത്തുണ്ട്. റമസാൻ ആദ്യത്തിലും അവസാന 10ലുമാണ് ഒമാനിൽ നിന്ന് പ്രധാനമായും ഉംറ സംഘങ്ങളുള്ളത്. മസ്കത്തിനും സൗദിക്കുമിടയിൽ പ്രതിദിന ബസ് സർവീസ് ആരംഭിച്ചതിനാൽ സ്വന്തമായും കുടുംബത്തോടൊപ്പവും ഇത്തവണ കൂടുതൽ പേർ റമസാൻ ഉംറയ്ക്കായി യാത്ര തിരിക്കും. അതേസമയം റമസാനിലേക്കുള്ള ബുക്കിംഗ് സജീവമായിരിക്കുകയാണ് ഉംറ സംഘങ്ങളും ട്രാവൽ ഏജൻസികളും. ബസ് മാർഗവും വിമാന സർവീസുകളിലും ഉംറ പാക്കേജുകൾ തീർത്ഥാടകർക്ക് ലഭ്യമാണ്. നോമ്പ് കാലത്തിന്റെ പ്രധാന ദിവസങ്ങളെങ്കിലും വിശുദ്ധ ഹറമിൽ ചെലവഴിക്കണമെന്നാഗ്രഹിക്കുന്ന പ്രവാസികളും ഏറെയുണ്ട്. വിശുദ്ധിയുടെ മണ്ണിൽ പുണ്യദിനങ്ങൾ കഴിച്ചുകൂട്ടാൻ ഒരുക്കങ്ങൾ നടത്തുകയാണ് നിരവധി പ്രവാസികൾ. മസ്കത്ത് ഈറ്റ് ഫുഡ് ഫെസ്റ്റിവൽ 2ാം എഡിഷൻ ഇന്ന് സമാപിക്കും. 3 ഘട്ടങ്ങളിലായാണ് ഇത്തവണ ഭക്ഷ്യമേള അരങ്ങേറിയത്. ഒമാൻ ഓട്ടോമൊബൈൽ ക്ലബ്ബിൽ നടന്ന മേളയുടെ സമാപന ദിവസം വ്യത്യസ്ത രുചിവൈവിധ്യങ്ങളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. പ്രാദേശികവും അന്തർദേശീയവുമായ നിരവധി വൈവിധ്യങ്ങളാണ് ഇത്തവണ സന്ദർശകർക്ക് ലഭ്യമാക്കിയത്. വിനോദ പരിപാടികൾ, നാടക പ്രകടനങ്ങൾ എന്നിവ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അരങ്ങേറി. പൊതുക്രമസമാധാനം തടസ്സപ്പെടുത്തുകയും സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടുത്തുകയും ചെയ്ത് മോട്ടോർ ബൈക്ക് ഓടിച്ച സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വ വിലായത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. ഒരു സംഘം ബൈക്ക് യാത്രികരാണ് ബൈക്കുമായി സാഹസിക പ്രകടനത്തിലും ഗതാഗതം താറുമാറാക്കുന്ന പ്രവൃത്തിയിലും ഏർപ്പെട്ടത്. ഇതിന്റെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. അണ്ടർ-19 ലോകകപ്പ് യോഗ്യതാ ഘട്ടത്തിലെ സെമി പോരാട്ടത്തിൽ ഒമാൻ ഇന്ന് മലേഷ്യയെ നേരിടും. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിലെത്തിയ ഒമാന് ഇന്നത്തെ പോരാട്ടം പക്ഷേ എളുപ്പമാകില്ല. എതിരാളികളായ മലേഷ്യ ഗ്രൂപ്പ് ബിയിൽ നിന്നും മികച്ച പ്രകടനം പുറത്തെടുത്താണ് സെമി ഉറപ്പിച്ചത്. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാനായാൽ ഫൈനൽ പ്രവേശനത്തിനും അതുവഴി ടീം ഡിവിഷൻ മത്സരത്തിലേക്കും യോഗ്യത നേടാനാകും.
ഒന്നാം ഡിവിഷനിലെ ജേതാക്കൾക്കാണ് ലോകകപ്പ് യോഗ്യത ലഭിക്കുക. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളിലും ബാറ്റിംഗിലും ബൗളിംഗിലും പുറത്തെടുത്ത സ്ഥിരതയാർന്ന പ്രകടനം സെമിയിലും കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഒമാന്റെ കൗമാരനിര. സെമി പോരാട്ടത്തിനായി കഠിന പരിശീലനത്തിലായിരുന്നു ഇന്നലെ ഒമാൻ താരങ്ങൾ. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ വീടിന് തീപിടിച്ചു. സൂർ വിലായത്തിലെ ഗ്രാമീണ പ്രദേശത്ത് കഴിഞ്ഞ ദിവസമാണ് സംഭവം. ആളപായമൊന്നുമില്ലെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേനാ അംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ആവശ്യപ്പെട്ടു. തലസ്ഥാനത്ത് ഒരാളെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തിന്റെ ഡ്രൈവർ അറസ്റ്റിൽ. അപകടത്തിൽ ഇടിയേറ്റ സ്വദേശി മരണപ്പെട്ടിരുന്നു. സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അന്വേഷണത്തിൽ പിടികൂടുകയായിരുന്നു. ഏഷ്യക്കാരനായ പ്രവാസിയാണ് അറസ്റ്റിലായതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇയാൾ വാഹനം ഒളിപ്പിക്കാൻ ശ്രമിച്ചതായും പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സമാന സംഭവം നേരത്തെയും വിവിധ ഗവർണറേറ്റുകളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇ-കൊമേഴ്സ് പ്രവർത്തനങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ എളുപ്പമാക്കി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം വഴി അതിവേഗം ലൈസൻസ് സ്വന്തമാക്കാൻ കഴിയും. പ്രവാസികൾക്കും വിദേശ മൂലധന നിക്ഷേപ നിയമം അടിസ്ഥാനമാക്കി വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഓൺലൈൻ വ്യാപാരത്തിന് വ്യക്തികളും സ്ഥാപനങ്ങളും അംഗീകാരം നേടണം. വിശ്വസനീയമല്ലാത്ത ഓൺലൈൻ അക്കൗണ്ടുകളിൽ നിന്നും ഇടപാടുകൾ നടത്തരുതെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗവും ഉണർത്തി. ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള വിൽപ്പനയും വാങ്ങലുകളും ഇനി മുതൽ മന്ത്രാലയം ചട്ടക്കൂടിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂവെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഓൺലൈൻ സ്റ്റോറുകളും മറ്റും മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചാൽ പിഴ ഉൾപ്പെടെ ശിക്ഷകൾക്ക് വിധേയമാക്കും. ഈ സ്റ്റോറുകളുടെ ഇടപാടുകൾ ക്രമപ്പെടുത്തുന്നതിനായി റോയൽ ഒമാൻ പോലീസ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കസ്റ്റംസ്, ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം, സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ, ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി, അസ്യദ് ഗ്രൂപ്പ്, ITHCA ഗ്രൂപ്പ് എന്നിവ മന്ത്രാലയവുമായി ചേർന്ന് പ്രവർത്തിക്കും. സുഹാറിലും പരിസരങ്ങളിലുമായി ചിത്രീകരണം പൂർത്തിയാക്കിയ അന്നാസ് പ്രൊഡക്ഷന്റെ തമം ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പോസ്റ്റർ പുറത്തിറക്കി. സുഹാറിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും പങ്കെടുത്തു. കലാതിലകവും മലയാളം മിഷൻ രാജ്യാന്തര കവിതാലാപന മത്സരത്തിൽ 2ാം സ്ഥാനവും നേടിയ ദിയ R. നായർ ഷോർട്ട് ഫിലിം പ്രൊജക്ട് കോർഡിനേറ്റർ റഫീഖ് പറമ്പത്തിന് പോസ്റ്റർ കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ഒമാനിൽ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി നാളെ മുതൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ വിഭാഗം അറിയിച്ചു. മാർച്ച് 6 വരെയും കാറ്റും മഴയും തുടരുമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. മുസന്തം, വടക്കൻ ബാത്തിന, ബുറൈമി ഗവർണറേറ്റുകളിലും അൽഹജർ പർവ്വതനിരകളിലും ഒമാന്റെ തീരപ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കുമെന്നും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയ്ക്ക് പിന്നാലെ രാജ്യത്ത് താപനില കുറയുകയും തണുപ്പ് കൂടുകയും ചെയ്തു. ഹൃദയാഘാതത്തെ തുടർന്ന് തമിഴ്നാട് ചെന്നൈ സ്വദേശി ഒമാനിൽ നിര്യാതനായി. മുസ്തഫ സുൽത്താൻ എക്സ്ചേഞ്ച് ജനറൽ മാനേജർ K. ജയരാജ് പ്രഭുവാണ് മരിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന ഇദ്ദേഹം 2020 മുതൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 4 വർഷത്തെ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കി ഈ മാസം നാട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ഭൗതിക ശരീരം തുടർ നടപടികൾ പൂർത്തിയാക്കി കൊച്ചിയിലേക്കുള്ള ഒമാൻ എയറിൽ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന 2024 ലോകകപ്പ് പോരാട്ടത്തിനൊരുങ്ങാൻ ഒമാൻ ക്രിക്കറ്റ് ടീം. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും സംയുക്ത ആതിഥേയരാകുന്ന ലോകകപ്പിന് മുന്നോടിയായി ടൂർണമെന്റുകളും ആഭ്യന്തര ക്യാമ്പുകളുമായി ഒമാൻ ടീമിനെ സന്നദ്ധമാക്കും. ഇതിന്റെ ഭാഗമായി പാപ്പുവ ന്യൂഗിനിയ ടീമുമായുള്ള ഏകദിന T20 പരമ്പരയ്ക്ക് ഇന്ന് മസ്കത്തിൽ തുടക്കം കുറിക്കും. 2 ഏകദിന മത്സരങ്ങളും 3 T20കളുമാണ് ടൂർണമെന്റിലുള്ളത്. ആമിറാത്ത് ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ മാർച്ച് 8 വരെയാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.